ഗൈസ്, ഇത് നമ്മളെ രാത്രി നിശാഗന്ധി വിരിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ വല്യമ്മയുടെ മോളുമാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ രണ്ടാമത് സംസാരിക്കുന്ന ഈ പുള്ളിക്കാരിയാണ് ഇത് വളർത്തിയത്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. രാത്രി ആയതുകൊണ്ട് വോയിസിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പ്ലീസ് ക്ഷമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോഴേക്കും നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കും. അതുകൂടാതെ നല്ല മണമായിരിക്കും. ആ ചുറ്റുവട്ടം മൊത്തം നല്ല മണമായിരിക്കും. അത് കൂടാതെ അതിൻ്റെ ഇലകളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇലകളാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഇത് കറ്റാർവാഴയുടെ ചെടിയുടെ കൂടെയാണ് ഇത് വളർത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതേ സെയിം ടൈപ്പിലുള്ള ചെടികളും വേറെ ഉണ്ട്, പക്ഷേ ഇത് ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നത് വളർന്നു വരുന്നത് പല സ്റ്റേറ്റുകളിലും വളരെ റെയറാണ്. അതിന് ക്ലൈമറ്റ് അത്യാവശ്യമാണ്. ഇത് അതിന്റെ സിറ്റുവേഷൻ അത്യാവശ്യമാണ്. വളരെ ഇതൊരു റെയർ ഒരു കാഴ്ചയാണ്. ചുരുക്കം ചില ആൾക്കാരുടെ ഇടയിൽ മാത്രം, വീടുകളിൽ മാത്രം കണ്ടുവരുന്നതാണ് നിശാഗന്ധി. ഈ ചെടി ഈ ഫ്ലവേഴ്സ് വളർത്തുന്നിടത്തും ഡീറ്റെയിൽ ആയിട്ട് പറയും. ഗാർഡൻസിലും മിക്കവാറും കുറവായിരിക്കും, സാധനം കിട്ടാൻ കുറവായിരിക്കും. പുള്ളിക്കാരിക്ക് എങ്ങനെയോ കിട്ടിയതാണത്. പുള്ളിക്കാരി ചെടികൾ വളർത്തുന്നതിലും മരങ്ങൾ വളർത്തുന്നതിലും വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. രാത്രി വിരിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ എന്നെ വിളിച്ച് വീഡിയോ എടുത്തതാണ്. ഇവർ രണ്ടുപേരും പുള്ളിക്കാരിയാണ് ആദ്യം കാണിച്ചത്. രാത്രി എടുത്തായതുകൊണ്ട് വോയിസിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് വളരെ റെയറായിട്ടുള്ള ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ. പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. വേറെ ആൾക്കാരും പലതും കണ്ട് കാണില്ല എന്നൊരു ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ലൈഫിൽ ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ സ്വന്തം പെങ്ങളുടെ വീട്ടിലാണ്. പിന്നെ വളരെ റെയറായിട്ടുള്ള കാഴ്ച ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് കണ്ടതാണ്. രാത്രിയിലായതുകൊണ്ട് വോയിസിനും പിക്ചർ ക്ലാരിറ്റിക്കും വീഡിയോ ക്ലാരിറ്റിക്കും എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വോയിസിലൂടെ ഞാനിത് അറിയിക്കുന്നത്. ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് റെയറായിട്ടുള്ള ഒരു അതിൻ്റെ ചെടികൾ കിട്ടുന്നവർ എല്ലാവരും വീട്ടിൽ വളർത്തുക. ഇത് കൂടാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, കൂടാതെ റംബൂട്ടാനുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ. ഓക്കെ ഗൈസ്.